ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏരീസിന് വേണ്ടിയിട്ട് മെയ് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ റീഡിങ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം റീഡിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ മാത്രമായിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യുക. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് റീഡിങ്സ് ഞാൻ ഇടാറ്, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യണം ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യണം വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. ചാനലിൻ്റെ മെമ്പർ ആവുക. അവിടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എല്ലാം വീഡിയോസ് വേഗം നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ആൻഡ് ബോണസ് റീഡിങ്സ് ഒക്കെ മെമ്പേഴ്സിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്, ഈ മെയ് മാസത്തിൻ്റെ മെസ്സേജ് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൽ എന്താണ് മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 3 of Swords ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് എനർജി ഉള്ളത്? പാസ്റ്റിൽ എനർജി 4 of Swords. നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ എനർജിയാണ് 3 of Wands. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 8 of Cups ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം കിങ് ഓഫ് കപ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 swords. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് ഡെവിൽ ആണ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ഏരീസ്, ഇവിടെ ത്രീ ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 3 of Swords ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. ഈ മാസം എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു ബ്രേക്കപ്പ്, അതല്ല ജോലിയിൽ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഏപ്രിൽ ആവുമ്പോൾ തന്നെ ഇത് പറഞ്ഞ ഈ എനർജി വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. 6 of Swords ആണ് ഇവിടെ ക്ലാരിഫയിങ് കാർഡ് ആൻഡ് 8 of Pentacles. അപ്പോൾ 6 of Swords ഒരു എനർജിയാണ് സ്റ്റെബിലിറ്റിയിലേക്ക് പോകണ എനർജിയാണ്. അപ്പോൾ ഈ കാര്യം, ഈ പ്രശ്നം നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഈ പ്രശ്നം കുറേ സമയം വരെ ഉണ്ടാവില്ല. ഈ ഡിസപ്പോയിൻമെൻറ്റിനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. ഇതൊരു ഹാർട്ട് ബ്രേക്ക് ആണ് വെച്ചാൽ, റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം ആണ് വെച്ചാൽ നിങ്ങൾ ഈ മാസം നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. ആൻഡ് ഇവിടെ അഗൈൻ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു സ്റ്റേബിലിറ്റിയിലേക്കാണ് പോണത്, ഒരു സ്റ്റേബിൾ എനർജിയിലേക്കാണ് പോണത്. അപ്പോൾ ഇത് ഹീൽ ചെയ്യും, നിങ്ങൾ റിക്കവർ ചെയ്യും. നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ ഞാൻ കാണുന്നത് 4 of Swords ആണ്. ഇതൊരു സെപ്പറേഷൻ്റെ എനർജിയാണ്, ഹീലിംഗിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്, ഒരു ഹീലിംഗ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു ന്യൂസ് അല്ലച്ച ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ കാരണം എന്തോ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായി. അതുമാത്രമല്ല, നിങ്ങളുടെ പാസ്റ്റിൽ ഞാനൊരു പുതിയ ബിഗിനിങ്ങും കാണുന്നുണ്ട്. ഒരു പുതിയ ന്യൂ ലവ്, ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നു. പക്ഷേ നിങ്ങളുടെ എനർജി ആ ഡിറക്ഷനിലല്ല. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊരു ബ്രേക്കാണ് എടുക്കുന്നുണ്ടായിരുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ അത്ര നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പുതിയ റിലേഷൻഷിപ്പിലും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കണത്. അതിലായിരുന്നു നിങ്ങളുടെ ഫോക്കസ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ മാസം
നിങ്ങൾ കുറേ പോസിറ്റീവാണ്, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്യണു. ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവും എന്ന് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് നിങ്ങളുടെ. 3 of Wands ഇവിടെ, 6 of Wands ഉണ്ട് ഇവിടെ, ആൻഡ് ജഡ്ജ്മെൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണു ഈ മാസം. ആ പുതിയ ബിഗിനിങ് വന്നുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങൾക്കത് ഫ്യൂച്ചറിലെല്ലാം ശരിയാവും, ഫ്യൂച്ചറിൽ ഈ വിഷമമൊക്കെ മാറും, ഞാനൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവും. അങ്ങനത്തെ ഒരു ഹോപ്പ് ഉണ്ട് ഇവിടെ. ഞാൻ കുറേ അറ്റൻഷൻ നിങ്ങളുടെ മുകളിലാണ് അതാ ഇവിടെ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് മെയ് മാസത്തിൽ. ഇത് റൊമാൻറ്റിക് ഇതിലായിരിക്കാം, എനർജിയിലാവാം, അതല്ല വെച്ചാൽ വർക്ക് റിലേറ്റഡ് എനർജിയിലും ആവാം. എന്ന് വെച്ചാൽ കുറേ ഫെയിം, പോപ്പുലാരിറ്റി, സക്സസ് നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിലുണ്ടാവും. അതല്ല വെച്ചാൽ റൊമാൻറ്റിക്കലി കുറേ ഓഫേഴ്സ്, കുറേ ആൾക്കാർ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യണു, അങ്ങനത്തെ സിറ്റുവേഷനും ആവാം. ബട്ട് ഫ്യൂച്ചറിൽ 8 of Cups. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഏതോ ഒരു എനർജി, ഒരു സിറ്റുവേഷന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യണു. അപ്പോൾ ഇവിടെയും എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എവിടെയും ഈ മാസം മേലും എവിടെയോ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. അത് ആ പാസ്റ്റിൻ്റെ ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ആദ്യം ഈ മാസം റീകൺസൈൽ ചെയ്യുന്നൊരു ഹോപ്പ് ഉണ്ട്. ജഡ്ജ്മെൻറ്റ് ചിലപ്പോൾ ഒരു റീകൺസിലിയേഷൻ്റെ എനർജിയും ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക് മേൽ. അത് ഈ പേഴ്സൺ ചിലപ്പോൾ തിരിച്ചു വരും എൻ്റെ ലൈഫിൽ. പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഫൈനലി ഒരു സിറ്റുവേഷന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യണു. എന്നുവെച്ചാൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ല, നിങ്ങൾക്കത് മനസ്സിലാവാൻ തുടങ്ങിയത് ഈ സിറ്റുവേഷൻ എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾ വാക്ക് അവേ ചെയ്യണു, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു, പക്ഷെ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ലവേഴ്സ് ജെമിനി എനർജിയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ചോയ്സസ് ഉണ്ടാവും റിലേഷൻഷിപ്പിൽ, ജോലിയുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഹാപ്പിനെസ് തരണം വെച്ചാൽ ആ ഓപ്ഷനിലേക്കാണ് പോകണം, ആ സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ മുമ്പത്തെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നില്ല വെച്ചാൽ അവിടെ ഒരു കോംപ്രമൈസ് ആയിരുന്നു വെച്ചാൽ നിങ്ങൾ ഫൈനലി അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കത് ഈ സിറ്റുവേഷനിൻ്റെ പാസ്റ്റിലുള്ള സിറ്റുവേഷൻ എനിക്ക് വേണ്ടിയിട്ട് ശരിയായിരുന്നില്ല എന്ന്. ആൻഡ് നിങ്ങൾ അതിനെ വിട്ട് ഒരു സ്റ്റെബിലിറ്റി, ഒരു പുതിയ ഡയറക്ഷനിലേക്ക് പോകണം, ഒരു ചോയ്സ് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളുടെ ചാലഞ്ച് ഈ മാസമാണ് കിങ് ഓഫ് കപ്സ്. ഇതൊരു സ്കോർപ്പിയോ എനർജിയാണ്. ഇതൊരു റൊമാൻസിൻ്റെ എനർജി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇമോഷൻസിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് ഒരു ഇമോഷണലി ബാലൻസ്ഡ് പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ മാസം എന്താ വെച്ചാൽ, ഈ മാസം നിങ്ങളുടെയും ആ പേഴ്സൺ, നിങ്ങളെ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ, അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സൺ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഇമോഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യണില്ല. അതിൻ്റെ കാരണം ഇവിടെ കുറേ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങൾ, സ്റ്റാഗ്നേഷൻ, നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അതും ഒരു ചാലഞ്ചായിട്ടാണ് ഇവിടെ കാണുന്നത്. ആൻഡ് അതുകൊണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ ഇല്ല, ഒരു സിറ്റുവേഷൻ തന്നെ മുമ്പോട്ട് പോകണില്ല. ഇവിടെ 5 of Swords ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ ഇവിടെ കുറേ നെഗറ്റീവ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. വേറെ ആൾക്കാർ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യണു, വേറെ ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഇതിലുണ്ടാവണു. അപ്പോൾ അങ്ങനത്തെ കുറേ നെഗറ്റിവിറ്റി അതും ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെയും ആ പേഴ്സൻ്റെ ഇടയ്ക്ക് നെഗറ്റീവ് എനർജീസ്, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും വഴക്കുണ്ടാവണത്, അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട് മെയ് മാസത്തിൽ. യൂണിവേഴ്സ് നിങ്ങളോട് ഈ നെഗറ്റിവിറ്റീന്ന് ദൂരെ പോവാനാണ് പറയണത്. ഈ പേഴ്സൻ്റെ കൂടെ ഇപ്പോൾ കൂടുതൽ നിങ്ങൾ ആർഗ്യൂ ചെയ്യാൻ നിന്നാൽ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കും. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾ ചെയ്യണത് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഒരു ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, വേറെ ആൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളൊരു റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വേണം, ഹാപ്പിയാണ് വെച്ചാലേ ആ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണ്ടു. ഇവിടെ അതാണ് ഞാൻ കാണുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ കോൺഫിഡൻറ്റ് സൈഡിനെ
മറക്കരുത് പറഞ്ഞാൽ അതാണ് ഇവിടെ അഡ്വൈസ് ഇവിടെ തരണത്. അത് നിങ്ങൾ എവിടെയോ നിങ്ങളുടെ കോൺഫിഡൻസ് മറന്നു പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ല ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷൻ്റെ കാരണം ഈ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇമോഷണൽ സമയം ആണ് മെയ് മാസം. എന്ന് വെച്ചാൽ ഇവിടെ കുറേ ഒരു ഫിയർ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി അല്ല, അത് ഉണ്ടായാലും അങ്ങനെ ആയാലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാണ്. എന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ തന്നെ ആയി പോയാലോ, നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, ആ പേടിയുടെ കാരണം നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊരു ഇല്യൂഷനാണ് അത്. ആ ഇല്യൂഷനെ മാറ്റി ശരിയായി സിറ്റുവേഷനെ അനലൈസ് ചെയ്തിട്ട് കോൺഫിഡൻ്റ്ലി ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് എന്താ ശരിയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്. നിങ്ങൾക്ക് ഹാപ്പി ആവണ സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്, ആ ഡിറക്ഷനിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഹിഡൻ സർപ്രൈസ് ഫാക്ടറിലും ഡെവിലാണ്. അപ്പോൾ ഡെവിൽ റെഡ് ഫ്ലാഗ്സിൻ്റെ എനർജിയാണ്, ടോക്സിസിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിപ്പോൾ ഫൈനലി ഒരു റിയലൈസേഷൻ വരണു, അത് ഈ പേഴ്സൺ കുറേ ടോക്സിക് ആണ് എൻ്റെ ലൈഫിൽ. ഇങ്ങനെയല്ല ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്, ഇങ്ങനെയല്ല യൂഷ്വലി ഉണ്ടാവാറ്. ഇങ്ങനെയല്ല ഒരു പേഴ്സണെ എന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്. എനിക്ക് കുറച്ചുകൂടി റെസ്പെക്റ്റ് വേണം, കുറച്ചുകൂടി ഒരു ലോയൽറ്റി വേണം. അതാണ് ഒരു ശരിയായ റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിൽ അതാ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊരു സർപ്രൈസ് ഫാക്ടറായിട്ട് നിങ്ങൾക്ക് ഈ മാസം മനസ്സിലാവേണ്ട. അതൊക്കെ മേ ബി നിങ്ങളെന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടി, അത് അല്ലാച്ചാൽ വേറെ ആരോ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നുകൊണ്ടാണ് അങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ മാസം. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ വിടണോ അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ടോക്സിക് സിറ്റുവേഷൻ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എംപററാണ് നിങ്ങളുടെ ഔട്ട്കം. യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് നിങ്ങളുടെ പവർ നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ഡിസിഷൻസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ സെക്യൂർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ ഒരു പവർഫുൾ പേഴ്സൺ ആണ്, പവർഫുൾ സോളാണ് നിങ്ങൾ, അത് മറക്കരുത്. എന്നുവെച്ചാൽ എംപറർ ഏറ്റവും ഈ ഡെക്കിൽ ഏറ്റവും പവർഫുൾ കാർഡ് എംപററുടെ ആണ്. എല്ലാവരുടെയും മുകളിലാണ് എംപറർ. ഓക്കെ, എംപററുടെ മുകളിൽ ആരുമില്ല. അപ്പോൾ അത് മറക്കരുത്. നിങ്ങളുടെ കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവണം. ആൻഡ് എന്താ നിങ്ങൾക്ക് ഫെയറായി തോന്നുകയെന്ന് വെച്ചാൽ ആ ഡിസിഷൻ എടുക്കുക. യൂണിവേഴ്സ് നിങ്ങളെ റിമൈൻഡാണ് ചെയ്യണത് നിങ്ങൾ എത്ര പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് പക്ഷേ ഈ ടെമ്പററി ഒരു സിറ്റുവേഷനിൽ നിങ്ങളത് മറന്നു പോയിരിക്കണു. നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ കുറേ അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ അതിന് വേണ്ടിയിട്ട് ശരിയായി ഒരു ഡിസിഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? ഏരീസിന് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ് എന്താണ്? ലെറ്റ് ഗോ. അപ്പോൾ ഇത് കുറേ ഒരു ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ് ഏരീസ്. ഡെഫിനറ്റ്ലി ഇതിനെ ക്ലെയിം ചെയ്യുക. ലെറ്റ് ഗോ. അപ്പോൾ ഇതൊരു സ്ട്രോങ് മെസ്സേജാണ്. ആർക്കോ വേണ്ടിയിട്ട് ഇത് ഒരു ഡെഫിനറ്റ്ലി ഒരു മെസ്സേജാണ്. നിങ്ങൾ പിടിച്ചിരിക്കണ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക. എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല. ആ പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം, പാസ്റ്റിൻ്റെ ജോലി ആയിരിക്കാം, എനിക്കറിയില്ല എന്താണെന്ന്. ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ലെറ്റ് ഗോ ചെയ്യാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ലെറ്റ് ഗോ ഏരീസ്. ആൻഡ് ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ലിയോ ഏരീസ് ഉണ്ട്, ലിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്, ക്യാൻസർ ഉണ്ട്, വെർഗോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ആൻഡ് കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മേജർ സൈൻസ് ഇവിടെ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരു റീഡിങ് പേഴ്സണലായിട്ട് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് വേഗം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.